2 തിമോത്തി 4:3 ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിന് സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളതിലേക്ക്, സുഖം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന, നർമ്മം കിട്ടുന്ന വിഷയങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുകയാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ സ്നേഹമുള്ളവരെ, ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ ഭക്ഷണം, സ്വാദുള്ള എല്ലാ ഭക്ഷണങ്ങളും ഗുണപ്രദമാകണമെന്ന് നിർബന്ധമില്ല. എനിക്കിഷ്ടമുള്ള എൻ്റെ ടേസ്റ്റിന് എനിക്കൊക്കുന്നതൊക്കെ സ്നേഹമുള്ളവരെ ഗുണപ്രദമാകണമെന്ന് നിർബന്ധമില്ല. കേൾവിക്ക് അഭിരുചി, സുഖം കിട്ടുന്നതെല്ലാം ഹൃദയത്തിന് ഗുണപ്രദമാകണമെന്ന് നിർബന്ധമില്ല. കേൾവിക്ക് ജീവിതത്തെ പുളകം കൊള്ളിക്കുന്നതൊക്കെ, ആവേശം ജനിപ്പിക്കുന്നതൊക്കെ ജീവിതത്തിന് ആത്മീയ കൃപകൾ പ്രദാനം ചെയ്യുന്നവയാകണമെന്നും നിർബന്ധമില്ല. വലിയൊരു ചിന്തയാണിത്. മനസ്സിലത് പതിയണം. സ്നേഹമുള്ളവരെ, വചനം ആത്മീയ പുരോഗതിക്കാണ്, വചനം തിരുത്തലിനാണ്, വചനം ആത്മീയ നന്മകൾക്കാണ്, വരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജീവിതം മുൻപോട്ട് പോകാനുള്ള ഇന്ധനമാണ് വചനം. അപ്പോൾ ഉത്തമമായ പ്രബോധനങ്ങൾക്ക് ചെവി കൊടുക്കാത്തൊരു തലമുറ ഉണ്ട്. അതിൽ ഖേദം പ്രകടിപ്പിക്കണം, അതിൽ സങ്കടപ്പെടണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യഥാർത്ഥ വചനത്തിലേക്ക്, ജീവിതത്തെ ഉലയ്ക്കുന്ന വചനത്തിന് സ്നേഹമുള്ളവരെ ചെവി കൊടുക്കണം. അത് ഇന്നിൻ്റേതായ താളങ്ങൾക്കും ചുവടുവെപ്പുകൾക്കും കലപ്പ് ചേർത്ത ഇമ്പം തരുന്ന വചനത്തിനൊക്കെ സ്നേഹമുള്ളവരെ ചെവി കൊടുത്തു പോയാൽ അതിന് നൈമിഷികമായ സുഖവും താളമൊക്കെ സമ്മാനിക്കുമെങ്കിലും, തുടിപ്പ് സമ്മാനിക്കുമെങ്കിലും അത് ജീവിതത്തെ മാറ്റിമറിക്കാൻ ചിലപ്പോൾ സഹായിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ട് ജീവിതത്തിലൊരു രൂപാന്തരീകരണത്തിന് ഈ വചനം നമ്മളെ സഹായിക്കണം. അതിന് വേണ്ടിയിട്ട്, അതിന് തരത്തിൽ ആത്മീയ കൃപകൾ നമ്മളിൽ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വചനത്തിനു വേണ്ടി കാതോർക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.